കരുനാഗപ്പള്ളി തഴവ കറുത്തേരിമുക്ക് മുനാണ്ടേൽ റോഡിന്റെ അശാസ്ത്രീയമായ ഓട നിർമ്മാണം യാത്രക്കാരെയും സമീപത്തെ വീട്ടുകാരെയും ഒരുപോലെ ദുരിതക്കയത്തിലാക്കിയ അവസ്ഥയിലാണ്. 20 ലക്ഷം രൂപ ഉപയോഗിച്ചായിരുന്നു ഓടയുടെ നിർമ്മാണം നടത്തിയത്. ഇതോടെ റോഡും വീടുകളും വെള്ളക്കെട്ടിലായി. കരുനാഗപ്പള്ളി തഴവ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ കറുത്തേരിമുക്ക് മൂനാണ്ടയിൽ റോഡിൽ അശാസ്ത്രീയമായ ഓട നിർമ്മിച്ചതിലൂടെ നിരവധി വീടുകളും റോഡും വെള്ളക്കെട്ടിലായി. 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് ഗുരുമന്ദിരം ജംഗ്ഷൻ മുതൽ തെരുവിലേത്ത് കുളം വരെ ഓട നിർമ്മാണത്തിനായി 10 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവർത്തികൾ തുടർന്നതുമാണ്. എന്നാൽ ചില വ്യക്തികളുടെ മുൻവശം റോഡിൽ കൂടി ഓട വരുന്നത് തടസ്സപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതിയെ സ്വാധീനിച്ച് ഗുരുമന്ദിരം മുതൽ കറുത്തേരി ജംഗ്ഷൻ വരെ വീണ്ടും 10 ലക്ഷം രൂപ കൂടി അനുവദിപ്പിച്ച് 20 ലക്ഷം രൂപയുടെ ഓടയാണ് നിർമ്മിച്ചതെന്നും ആരോപണമുണ്ട്. വിവിധ സ്റ്റേറ്റുകളിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കിയും മറ്റ് അനിഷ്ട സംഭവങ്ങളെല്ലാം പങ്കെടുത്ത് ഉറക്കവും ഊണുമില്ലാതെ ഈ രാഷ്ട്രത്തെ സംരക്ഷിച്ചു വന്ന ഈ ഗുരുമന്ദിരത്തിൻ്റെ 189 നമ്പർ ശാഖയുടെ പരിസരത്ത് താമസിക്കുന്ന ഒരു വിമുക്ത ഭടനാണ് ഞാൻ. ഇന്ന് എനിക്ക് സ്വയമായിട്ട് ഒരു മാർക്കറ്റിൽ പോകാനോ എൻ്റെ സ്ഥാപനത്തിലോട്ടോ പോകാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഞങ്ങളുടെ വീട് മൊത്തവും ബാത്റൂം കവിഞ്ഞൊഴുകയാണ്. അച്ഛനും അമ്മയും പ്രായം ചെന്നവരാണ്. അതുപോലെ ഈ പരിസരത്തുള്ള മുതിർന്നവർക്ക് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല. എല്ലാവരും രോഗശയ്യ കിടക്കുകയാണ്. പ്രായമായ മനുഷ്യർ ഒരു ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഒരു വണ്ടി ഓടിച്ച് ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. 3 വർഷം കൊണ്ട് ഞങ്ങൾ ഈ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ, സ്കൂൾ കുട്ടികളടക്കം നിത്യേന യാത്ര ചെയ്യുന്ന ഈ റോഡ് 2019-20 ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ഗുരുവന്ദിരം ജംഗ്ഷൻ മുതൽ തിരുവിലേത്ത് കുളം വരെ ഓട നിർമ്മാണത്തിനായിട്ട് മാറ്റിവെച്ചിട്ടുള്ളതായിരുന്നു. ചില പ്രാദേശിക കക്ഷികളുടെ താല്പര്യം കണക്ക് ആ ഫണ്ട് ഗുരുവന്ദിരം മുതൽ താഴെ നിന്ന് മുകളോട്ട് വെള്ളം ഒഴുകത്തക്ക രീതിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷത്തോടെ ചേർത്ത് 20 ലക്ഷം രൂപയുടെ ഒരു ഓട നിർമ്മാണം വെറും അശാസ്ത്രീയമായ രീതിയിൽ ഗുരുവന്ദിരം മുതൽ കറുത്തേരി ജംഗ്ഷൻ വരെ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ പരിണത ഫലമാണെന്ന് 100 കണക്കിന് വാഹനങ്ങൾ സഞ്ചാരയോഗ്യമാക്കിയിട്ടുള്ള ഈ റോഡ് വെള്ളക്കെട്ടാൽ യാത്ര ദുസ്സഹമായി കിടക്കുന്നത്. രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശത്തു നിന്ന് മുകളിലേക്ക് വെള്ളമൊഴുകുന്ന രീതിയിലാണ് ഓട നിർമ്മിച്ചത്. അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തെ അന്ന് നാട്ടുകാർ എതിർത്തെങ്കിലും ഭരണസ്വാധീനത്താൽ ഓട നിർമ്മിക്കുകയാണ് ചെയ്തതെന്നും ആക്ഷേപമുണ്ട്. അടിയന്തരമായി ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരും രംഗത്തെത്തി. MLA ഫണ്ടിൽ നിന്ന് 27 ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. ഈ വെള്ളക്കെട്ടിൽ റോഡും തകർന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇതിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തഴവ ബിജു പറഞ്ഞു. നിരവധി കുട്ടികളടക്കം യാത്ര ചെയ്യുന്ന റോഡിൽ അടിയന്തരമായ പരിഹാരമുണ്ടാവണമെന്ന് SNDP ശാഖായോഗം സെക്രട്ടറി ലാൽകുമാർ, വിമുക്ത ഭടൻ മണിക്കുട്ടൻ, മോഹൻരാജ്, അശോകൻ, പുഷ്പലത തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.